ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിൽ മമ്മൂക്കെ സ്നേഹിക്കുന്ന ആളായിട്ടില്ല. അതെ. അപ്പൊ അതൊക്കെ ചെറിയ കാര്യമാണ്. ഒരു ലെജൻഡറി ഒരു ഹീറോയെ അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെയാ താങ്കൾ ലെജൻഡായി. കാരണം ഈ പോളിസ്റ്റർ ഷർട്ടിന്റെ അടുത്തിരുന്ന കോട്ടൺ പോളിസ്റ്റർ ആവില്ലേ, അതുപോലെ അതിനൊരു ചെറിയ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ അടുത്ത കാലത്ത് തെസ്നിക്ക് ഞാൻ പറയാം, തെസ്നിയുടെ ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. ഒത്തിരി നല്ല തെസ്നി ഇത്രയും കാത്തിരുന്നെങ്കിലും ഈ ഒരു സമയത്ത് നല്ല പടങ്ങൾ ചെയ്യാൻ നല്ല കഥാപാത്രങ്ങൾ തെസ്നിയെ തേടിയത്. വേറെ എന്തോ വരായിരുന്നു അല്ല, തെസ്നിയുടെ നല്ല മനസ്സ്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നും ഉണ്ടായിരുന്നില്ല സത്യം ഞങ്ങളുടെ ഫാമിലിക്ക്. അപ്പം അത് തരാൻ വേണ്ടി ദൈവം തന്നതായിരിക്കും. ഞാൻ എപ്പോഴും ബീനോട് പറയും, പിന്നെ അത് എനിക്ക് ഒരൊറ്റ ഫ്ലാറ്റ്. അയ്യോ, ആൾക്കാരങ്ങനെ പറയും എനിക്ക് 4 വീടുണ്ടെന്ന് പറയും. അങ്ങനെ നാലോ കാർ വാങ്ങി. ഒറ്റ സെലേരിയോ ഒറ്റ കാർ. എത്ര കാറുണ്ട്? ഒറ്റ കാർ, ക്രെറ്റ മാത്രം. അയ്യോ, നമുക്ക് സഞ്ചരിക്കാൻ അതാണ്. ഒരു ബൈക്കും ഉണ്ട്, ഒരു സൈക്കിളും ഉണ്ട്, ഒരു കാറും ഉണ്ട്. എറണാകുളം ബൈക്ക് ഓടിക്കോ? ഇല്ല, ഞാൻ 2 വീലർ ഓടിക്കും, ബൈക്ക് ഓടിക്കില്ല. ഞാൻ പണ്ട് സ്കൂട്ടി മേടിച്ച സമയത്ത് ഇവളും വാങ്ങിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളം നഗരത്തിലൂടെ കണ്ണുകെട്ടി കാർ ഓടിച്ചു. ഏതാനും നിമിഷങ്ങൾക്കും തെസ്നി കണ്ണുകെട്ടി കാർ ഓടിക്കും. 2 വീലർ ഓടിച്ചു. ഇതല്ലേ അവരുടെ ഇടിച്ചത്? ഇല്ലയോ? ഇപ്പം ഞാൻ ഒരു കരുത്തുണ്ടോ നോക്കട്ടെ. എന്തായിരുന്നു അതിന്റെ രഹസ്യം? അത് പറഞ്ഞിട്ട് വേണല്ലേ നാളെ നായരിതാ വരുന്നു കണ്ണുകെട്ടി നിങ്ങളുടെ മുമ്പ് കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട് കണ്ണുകെട്ടി എറണാകുളം നഗരത്തിലൂടെ കണ്ണുകെട്ടി കാർ ഓടിക്കാൻ. അപ്പം കാർ ഓടിച്ചു, 2 വീലർ ഓടിച്ചു. അല്ല, കാർ ഓടിച്ചില്ല. പ്രോപ്പർ അനൗൺസ്മെന്റ് നടത്തണമായിരുന്നല്ലോ. ഏതാനും നിമിഷങ്ങൾക്കകം തെസ്നി ഖാൻ എറണാകുളം നഗരവീതിയിലൂടെ കാർ ഓടിച്ച് കണ്ണുകെട്ടി കാർ ഓടിച്ചു വരുന്നുണ്ട്. ജീവനിൽ കൊതിയുള്ളവരല്ല കുണ്ടിലും കുടുക്കിലും ഒളിച്ചുകൊള്ളുക. അതെ സാർ, ഇനി അത് മാത്രമുള്ള ജീവിതത്തിൽ ചെയ്യാത്തത്. ബാക്കിയെല്ലാം സാർ ഓളിനോറാണ്. അത് വേണ്ടല്ലോ നമ്മൾ. പക്ഷെ എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഈ തെസ്നിയുടെ കൂടെ ചേർന്ന് മീന ആന്റണി മജീഷ്യനായിരുന്നു കേട്ടു. ഒരു പ്രാവശ്യം. എങ്ങനെയാണ് ഈ കുട്ടിയെ വലിച്ചഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്? 1993 ആ സംഭവം നടന്നത് 93 ദുബായ് അൽനാസറിൽ വെച്ചിട്ടാണ്. നല്ല സ്ഥലത്താണല്ലോ. ലിഷർലാൻഡില് ഞങ്ങള് ഷോ ചെയ്യാൻ സർ. ഭയങ്കര അന്ന് ഞാനൊക്കെ അറിയപ്പെടുന്ന അന്ന് സിനിമയിൽ അന്ന് ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണല്ലോ. അപ്പൊ മെജീഷ്യന്റെ മോൾ എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ. നമ്മുടെ സ്കൂളുകളിലൊക്കെ സാറൊക്കെ എത്ര പ്രാവശ്യം മാജിക്കിൽ സജീവമാകുമ്പോ ചാനലൊക്കെ കുറവല്ലേ, അത് കാരണമാണ് ആൾക്കാർക്ക് അത്ര അറിയാം. വീട്ടിൽ ഇരുന്ന് മൊത്തം സമയം മാജിക്കുകൾ കാണാൻ. അപ്പൊ ഞാന് മാജിക് ചെയ്യാണ് സ്റ്റേജില്. അപ്പൊ ഞാൻ പറഞ്ഞ ബീന, നീ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വരണം. ഞാൻ വരാടി നീ എന്ത് പറഞ്ഞാലും ഞാൻ എല്ലാത്തിനും ഒക്കെയാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ബീന ഒന്നും നോക്കൂല. ഡാൻസ്, പാട്ട്, മിമിക്രി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവള് ഓക്കെ ആയി. അങ്ങനെ ഞാൻ ഡാൻസിങ് 2 ഐറ്റം കഴിഞ്ഞപ്പോ അൽനാസറിലൊക്കെ ഭയങ്കര കയ്യടി. അപ്പൊ എനിക്ക് മീനക്കും കുറച്ചും കൂടി മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡാൻസിങ് സ്റ്റിക്ക് ആണ്. അപ്പൊ ഒരു സ്റ്റിക്ക് ഇങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സ്റ്റിക്ക് ഇങ്ങനെ എറിയും. കഴിഞ്ഞിട്ട് പിന്നെ ബീന എങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്ന അതുപോലെ ആ സ്റ്റിക്കും ഡാൻസ് ചെയ്യും. അതാണ് മാജിക്. ഇത് കണ്ടതോടുകൂടി ലൈറ്റ് നടത്തുന്ന ഒരാളോട് ഡിമാക്കണം. ഇയാള് ലൈറ്റ് അങ്ങോട്ട് ഇട്ടു, ആവേശം എന്താണ് ഈ കമ്പെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഒരാളെ പിടിച്ചിട്ട് ആട്ട് വന്നു. എന്തായിരുന്നു? നൂല് കെട്ടിട്ട് അല്ലെ, കെട്ടിട്ട് പിടിച്ചിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഒരാള് ഒരു മനുഷ്യൻ നൂലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ നോക്കുമ്പോ ബീന ഇല്ല, സ്റ്റേജിലില്ല. പിന്നെ ഞാനൊരു കണക്കിന് അഡ്ജസ്റ്റ്. അല്ല, ആൾക്കാർ കൈകാര്യം ചെയ്തോ? അവിടെ സമാധാന കാംക്ഷികളാ നാട്ടിലുള്ളത്. ദുബായ്ക്കാരല്ലേ, നല്ല സ്നേഹമുള്ള. അല്ലെങ്കിൽ അതല്ല, അവിടെ സമാധാന കാംക്ഷികളാ. അതായിരുന്നു.